ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് റോസ്റ്റ് ആണ്. വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളിവിടെ എടുത്തേക്കുന്നത് 3.5 കിലോ ബീഫാണ്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടുക, ക്രഷ് ചെയ്ത കേട്ടോ. ഇതിലൂടെ നമുക്ക് ബീഫിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പെരുംജീരകം 1 ടേബിൾ സ്പൂൺ. ഇതിലോട്ട് 1 കപ്പ് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. ഇതിങ്ങനെ മാഗ്നറ്റ് ചെയ്തിട്ട് 1 മണിക്കൂറോളം നമ്മൾ മാറ്റി വയ്ക്കാം. ഇപ്പോൾ മാഗ്നറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. അത് ഞാൻ കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ബീഫ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ടായിട്ട് ഒരു ഉരുളിയിലേക്ക് ഒരു 10 വലിയ സബോള എടുക്കുക. നമ്മൾ 1 കിലോയിലേക്കൊക്കെ ആണെങ്കിൽ വലിയ സബോളയാണെങ്കിൽ 3 എണ്ണമൊക്കെ മതിയാവും. അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റുക. അതിലത്തെ വെള്ളം പോകുന്ന വരെ. വെള്ളത്തിൻ്റെ അംശമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ചിട്ട് നന്നായി വഴറ്റണം. സബോള വഴന്നു വന്നപ്പോൾ നമ്മൾ അതിലോട്ട് ഒരു 15 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അത് എരിവിനനുസരിച്ചിട്ട് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ആഡ് ചെയ്യുക. കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ടിട്ട് പച്ചമണം മാറുന്നത് വരെ, പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഈ പൊടികളൊക്കെ ഇടുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ട ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിലൂടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കുക. നമുക്ക് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാം ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യാറ് വെളിച്ചെണ്ണയാണ്. അതാണ് അത് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ. നമ്മൾ ബീഫ് വേവിക്കാനായിട്ട് കുരുമുളക് പൊടി ചേർത്ത് വേവിച്ച കാരണം ബീഫ് വേവിക്കുമ്പോൾ നമ്മൾ കുരുമുളക് ആഡ് ചെയ്തിട്ട് വേവിച്ച കാരണം ഞാൻ ഇതിലായിട്ട് സെപ്പറേറ്റ് ഇട്ട് കൊടുക്കുന്നില്ല. ഏറ്റവും മോളൊന്നും ഇടയ്ക്ക് കയറിയ കാരണം ചില പ്രശ്നങ്ങളുണ്ടായി. നമ്മൾ കുരുമുളക് പൊടി നമ്മൾ വേവിക്കുമ്പോൾ ഇട്ട കാരണം സെപ്പറേറ്റ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണില്ല. ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് തൂവി കൊടുത്താൽ മതി. ഇപ്പം മസാലകളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ വേവിച്ച ബീഫ് ഇതിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് റോസ്റ്റ് ആവുന്നവരെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി മുളകും തൂവി കൊടുക്കാം. അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. Thanks for watching.